ഹലോ, രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നര എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പൊ നരയ്ക്ക് അമ്മ എന്താ ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾ കേട്ടോളൂ കേട്ടോ. അമ്മ ചെയ്യണതാണ് അമ്മ പറഞ്ഞു തരുന്നത്. അമ്മ അത് ഉപയോഗിക്കാറുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പൊ അമ്മ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് ആദ്യം പറയാം. വലിച്ചു നീട്ടണില്ല. വീഡിയോയിലേക്ക് കിടക്കണതിന്റെ മുമ്പ് അമ്മ പറയാണ്, എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. എന്നാലെയാണ് അമ്മ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയങ്ങളിൽ വരുള്ളൂ കേട്ടോ. അതാത് സമയങ്ങളിൽ എത്തും കേട്ടോ. അപ്പൊ ഇനി അമ്മ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയട്ടെ. അത് അമ്മ തേച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് അമ്മ പറഞ്ഞുതരാം. 2 സ്പൂണ് കരിഞ്ജീരകം, 2 സ്പൂണ് ഉലുവ, 1 പിടി കറിവേപ്പില. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയും. ഈ 3 സാധനം കൂടി നമ്മൾ ചെറിയ ചൂടില്, പണ്ടൊക്കെ നമ്മൾ കനൽപ്പുറത്തിട്ട് വറുക്കുക എന്ന് പറയുന്നുണ്ട്. ചെറിയ ചൂടില് മുടിക്ക് ആരും അമിതമായി കത്തിച്ചിട്ട് കരിക്കരുത് കേട്ടോ. ഒരു സാധനം മുടി കൊഴിയും. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ട് ചൂടാക്കി പൊടിക്കാന്നേ പറയുള്ളൂ. ആ ഇലയുടെ വെള്ളം ഈർപ്പം അങ്ങോട്ട് പോവുക. എന്നാൽ പതുക്കെ പൊട്ടും വേണം. അത് കുഴമ്പ് വരുത്. അങ്ങനെയുള്ള പരുവത്തിൽ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട വെച്ചാല്, നമ്മൾ വറുത്തെടുത്തതിന്റെ ശേഷം 2 സ്പൂണ് ചായപ്പൊടി. ഓക്കെ, 2 സ്പൂണ് ചായപ്പൊടി നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തില് വെച്ചിട്ട് നല്ലോണം അത് കുറുകുന്ന വരെ വറ്റിക്കണം കേട്ടോ. അങ്ങനെ ഡിക്കോഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു അര ഗ്ലാസ് അത്രേ വേണ്ടു. പിന്നെ നമുക്ക് എന്താ അതിലേക്ക് വേണ്ടതെന്ന് അറിയോ? 2 നെല്ലിക്ക. അത് കുരു കളഞ്ഞ് നമ്മളുടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അതിന്റെ ചാറ്. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ഒരു ചെറുനാരങ്ങ വേണം കേട്ടോ. അത് ലാസ്റ്റേ നമ്മൾ പിഴിയുള്ളൂ. ചെറുനാരങ്ങ വേണം കേട്ടോ. പിന്നെ നമ്മൾ നീരിറക്കം പിടിക്കാതിരിക്കാൻ കുറച്ച് ഗ്രാമ്പൂവിന്റെ പൊടി ഉള്ളൊരു 2 നുള്ളു പിഞ്ചിട്ടോളൂ. അല്ലാത്തൊരു 4 ഗ്രാമ്പു അതിലിട്ട് വെച്ചോളൂ. പിന്നെ നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് അത് ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ തുരുമ്പ് പിടിച്ച ഏതാനും കുറച്ച് എന്തെങ്കിലും നെട്ടോ ബോൾട്ടോ ആണികളോ അതിലിട്ട് വെക്കണം കേട്ടോ. ഇന്ന് അത് നന്നായിട്ട് കറുത്ത് വരും. പിന്നെ അത് നമ്മൾ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നീ പറഞ്ഞുതരാം. നമ്മൾ ഈ ആദ്യം വറുത്ത് വെച്ച കൂട്ടുണ്ടല്ലോ, ഉലുവ, കരിഞ്ജീരകം, 1 പിടി കറിവേപ്പില. ഉള്ളതിനനുസരിച്ച് ഇട്ടോളൂ, കറിവേപ്പില ഏറില്ല. അത് നമ്മൾ വറുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് എത്രയും പൊടിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് പൊടിക്കുക. അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഡിക്കോഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ആ ഡിക്കോഷനിലേക്ക് ഇടുക. നമ്മളൊരു ഇരുമ്പിന്റെ ചട്ടിയിലെ എന്ത് ചട്ടി ഞങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. പിന്നെ നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് 2 നെല്ലിക്കയുടെ ജ്യൂസും അതിൽ ചേർത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ കുറുക്കുകയാണ്. പാകത്തിന് ടൈറ്റ് ആവുന്നവരെ കുറുക്കാണ്. ഇത് കുറുക്ക് വാങ്ങി വെച്ചതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ആറിയതിന്റെ ശേഷം ഒരു ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങ 1 മുറി മതി. ചെറിയ ചെറുനാരങ്ങ 1 മുഴുവൻ എടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മളത് തണുത്തതിന്റെ ശേഷമാണല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, അതിലേക്ക് വേഗം 2-3-4 ഗ്രാമ്പു ഇടുക, അല്ലെങ്കിൽ 2 പിഞ്ച് ഗ്രാമ്പു ഇട്ടിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ തേക്കണ എണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാട്ടോ. വെളിച്ചെണ്ണയും വെർജിൻ കോക്കനട്ട് ഓയിലാണ് അമ്മ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പൊ അമ്മ ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതും കൂട്ടി നമ്മൾ കലർത്തിയിട്ട് 2 രാത്രി വെക്കണം. ഇന്ന് രാത്രി കലർത്തി വെച്ചാൽ നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് അമ്മ അത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വല്ലതും അമ്മയാണ് രാവിലത്തെ തിരക്കിലാണ് അപ്പൊ ഈ എടുക്കണത്. അപ്പൊ എന്തേലും വിട്ടുപോകുമോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെ തേക്കാന്ന് കാണല്ലേ. അപ്പൊ ഉണ്ടാക്കി വെച്ച കൂട്ട് കാണാട്ടോ. നല്ല കറുകറുന്നനുണ്ട കേട്ടോ. നമ്മൾ 2 രാത്രി ഉണ്ടാക്കി, 2 രാത്രി ഓവർനൈറ്റ് 2 രാത്രി വെച്ചിട്ട് നമ്മ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഹെയർ എന്താ പറയാ, ഹെയർ ഡൈ ആണ് കേട്ടോ. നന്നായി കറുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ, നമ്മള് സാധാ ഇതുണ്ടോ ഇങ്ങനത്തെ ബ്രഷ് കൊണ്ട് തേച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റുവെച്ചാൽ അത്രയും സമയം വെച്ചോളൂ. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാത്ത ഒന്നുമല്ല മക്കളെ. എല്ലാ പാത്രത്തിലും പെനക്കണ്ടല്ലോ, കഴുകിയേക്കാനുള്ള ബുദ്ധിമുട്ടാ. ഇനി ഇത് അമ്മ ഇങ്ങനെ തേച്ചതിന്റെ ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അമ്മ അത് കുളിച്ച് വന്നിട്ട് അമ്മയ്ക്ക് ഇപ്പൊ ഇത് കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല. എന്റെ ക്യാമറ കുട്ടിക്ക് പോവാൻ വൈകിട്ടാ. അമ്മേ ഇത് വേഗം തേക്കൂന്നാ പറയണ്ടാവേ കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴേ കാണിച്ചു തരുള്ളൂ. പക്ഷെ ഇത് അമ്മ എന്നും ഉപയോഗിക്കണ്ടേ. നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരട്ടെ അമ്മ. ഇത് തേച്ചാൽ നിങ്ങൾക്ക് ഉലുവ നമ്മളെ മുടിക്ക് നല്ലതാണ്, കറിവേപ്പില നല്ലതാണ്, പിന്നെ കരിഞ്ജീരകം അതിലേറെ നല്ലതാണ്, നെല്ലിക്ക ഒരൊറ്റ മൂലിയാട്ടോ. മുടിക്കുള്ള ഒരു ഒറ്റ മൂലിയാണ് നെല്ലിക്ക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. താരനും മുടി കൊഴിച്ചിലും എല്ലാം മാറൂട്ടോ. അകാല നരയ്ക്ക് നമ്മൾ കുട്ടിക്കാലം മുതലേ നെല്ലിക്കട്ട എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ നരക്കില്ലായിരുന്നു മക്കളെ. അത്ര വിവരമില്ലാതെ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്.
ട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്ക എപ്പോഴും നല്ലതാട്ടോ മുടിക്ക്. തൈര് ഞാനത് കാണിച്ചു തരണ്ടേ, നെല്ലിക്കയുടെ മാസ്കുകൾ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരണ്ട കേട്ടോ, പാക്കുകൾ ഞാൻ കാണിച്ചു തരണ്ടേ. ഇപ്പൊ അമ്മ വലിച്ചു നീട്ടണ്ടെന്ന് എല്ലാ കുട്ടികളും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമാട്ടോ. അമ്മ പാവല്ലേ കുട്ടികളെ, ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പൊ അമ്മ ഇത് എങ്ങനെയാ ഉപയോഗിക്കാന്ന് കണ്ടോ? നമ്മുടെ കണ്ടോ മുടി നല്ലോണം നരച്ചെണ്ണു, ഉള്ളിലുമൊക്കെ കണ്ടോ, നല്ല നരച്ചെണ്ണു കണ്ടില്ലേ. അപ്പൊ നമ്മള് മുടിയിൽ കെട്ടൊന്നും പാടില്ല കേട്ടോ. മുടി നന്നായിട്ട് കഴുകി കളയാനുള്ള എളുപ്പത്തിനാണ്. അപ്പൊ നമുക്കിത് നമുക്ക് എവിടേക്ക് നരള്ള വെച്ചാൽ അവിടെയൊക്കെ തേക്കാട്ടോ. പക്ഷെ ഇത് എന്താ വെച്ചാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അതും 4 ദിവസം 5 ദിവസം കൂടുമ്പോ ഓരോന്നും തേച്ചോളൂ. ഇതിങ്ങനെ പൊടിച്ചു വെക്കാൻ പറ്റണതാണല്ലോ, ഈ സാധനങ്ങൾ പൊടിച്ചു വെക്കാൻ പറ്റുന്നതാണല്ലോ. പിന്നെ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ വെളിച്ചെണ്ണ ഇനി അപ്പൊ കൂട്ടി വെക്കാൻ പറ്റണത് അപ്പൊ കൂട്ടിയാലും മതി. നിങ്ങൾ 3 ദിവസത്തിന് അന്ന് കൂട്ടിയാൽ മതി. ഇതൊക്കെ പൊടിച്ചു വെച്ചോളൂ നിങ്ങൾ എപ്പോഴും. കരിഞ്ജീരകവും ഉലുവയും കറിവേപ്പിലയും കൂടി പൊടിച്ചു വെച്ചോളൂ, കേട് വരില്ല കേട്ടോ. അപ്പൊ നമുക്കിത് ആഴ്ചയിൽ 1 ദിവസം തേച്ചാലും മതി കേട്ടോ. അങ്ങനെ തേച്ച് നിങ്ങൾ ഇങ്ങനെ ആകുമ്പോ നിങ്ങളുടെ മുടി ആദ്യം ഒരു ബ്രൗണിഷിലേക്ക് മാറുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ള കറക്കില്ല. കാരണം നമ്മൾ നിങ്ങൾ എന്തെങ്കിലും കെമിക്കലായിട്ടുള്ളത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ എനിക്കത് അറിയണേ ഇല്ല എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. കെമിക്കൽ ഉപയോഗിക്കാത്തവർക്ക് ഇത് നല്ലതാട്ടോ. ഓരോ മുടി അവിടെയും ഇവിടെ ഓരോ മുടി നരക്കണില്ലേ, ആ സമയത്ത് നിങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആണ് കേട്ടോ. ഇത് മുഴുവൻ നരച്ചിട്ട് നമ്മളിത് തേക്കുമ്പോൾ എനിക്ക് അറിയണില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നീർവീഴ്ച എന്തെങ്കിലും വരുന്നവരാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറോ അരമണിക്കൂറോ വെച്ച് കഴുകി കളഞ്ഞോളൂ. എന്നിട്ട് രാസനാദിപ്പൊടി ഒന്ന് തിരുമ്പിക്കോളൂ. നമ്മളിതിൽ ഓൾറെഡി ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, അതാണുള്ളത് കേട്ടോ ഒരു ഗുണം. അപ്പൊ അമ്മ ഇത് എങ്ങനെ തേക്കിയെന്ന് കാണിച്ചു തരട്ടെ. ഇതാട്ടോ അമ്മ എങ്ങനെയാണ് തേക്കിയ കണ്ടോ. കണ്ടോ, നമ്മളുടെ ഹെയറിൽ എവിടേക്കെ നരച്ച എനിക്ക് നോക്കട്ടോ. മുഴുവൻ അടിയിലേക്കൊന്നും നരച്ചിട്ടില്ല. അമ്മയുടെ നരച്ച ഭാഗത്തൊക്കെ അമ്മ ഇതിങ്ങനെ തേച്ച് കാണിച്ചു തരാട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഇതാവുക വെച്ചിട്ടാണ് അമ്മ അങ്ങനെയാണ് കേട്ടോ തേക്കുക കണ്ടോ. ഇനി ഇതുകൊണ്ട് ഇങ്ങനെയാണ് മാടി വെക്കും. ചീർപ്പ് അമ്മ കൊണ്ടാൻ മറന്നു. ചീർപ്പ് എടുത്താൽ സുഖമായിരുന്നു തേക്കാൻ. കണ്ടല്ലോ, നന്നായി തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഷാമ്പൂ ഒന്നും തേക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുടി കറക്കാൻ നല്ലൊരു സാധനം തന്നെയാണ് നമ്മളെ ചെമ്പരത്തി പൂവ് കേട്ടോ. അത് മുടി കറുപ്പ് പൂവൊന്നുമില്ല. അതിന്റെ വെള്ളം അത് എങ്ങനെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അത് നിങ്ങൾ കഞ്ഞിയുടെ വെള്ളത്തിലോ എന്തിലെങ്കിലും ഒന്നാണ്ട് അടിച്ചാൽ മതി ചെമ്പരത്തി പൂവ്. അല്ലെങ്കിൽ വേവിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, തിളച്ച വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് പിഴിഞ്ഞാലും നല്ല താളിയായി കിട്ടും കേട്ടോ നമ്മളെ ചെമ്പരത്തി. അപ്പൊ നിങ്ങൾ ആ ചെമ്പരത്തി സുഖമായിട്ട് ഇട്ട് കഴുകി കളഞ്ഞോളൂ കേട്ടോ. 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾക്ക് എത്ര വേക്കിച്ച. പിന്നെ നിങ്ങൾ വേണമെങ്കിലേ ഒരു എന്താ പറയാ തലമുടിയിലേ എന്താ വെച്ചാൽ തണുപ്പ് അധികം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയില്ല, അമ്മക്ക് അങ്ങനെ പറയും, കുട്ടി എന്തേലും കെട്ടി വെച്ചോളുണ്ടൂന്ന് കേട്ടോ. എന്റെ ഭർത്താവിന്റെ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ കറപ്പിക്കുമ്പോളേ. എന്നാ പിന്നെ നമ്മൾ കൈകൊണ്ട് മാന്തൊക്കെ ചെയ്ത നമ്മളെ നഖമാണ് കുട്ടികളെ അധികം കറക്കുക. നഖം കണ്ടോ, ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ 3 ദിവസമായിട്ട് എന്റെ കൈ കറക്കലും മാറിയിട്ടില്ല. അപ്പൊ എന്തേലും കെട്ടിവെച്ചാൽ നമ്മൾ എത്രയായാലും തലയിൽ തൊടില്ലല്ലോ. അതും കൂടി ഒരു സൗകര്യം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളുണ്ടു, എപ്പോഴും ഒരു തുണിയോണ്ട്, ഒരു പഴയ നമ്മൾ വൃത്തിയുള്ള തുണിയാവണം എല്ലാതും കേട്ടോ. ഇതൊക്കെ തേക്കണതും വൃത്തിയുള്ള തലയാവണം, തുണിയും വൃത്തിയുള്ള തലയണം. പിന്നെ എന്ത് തലയിലേക്ക് നമ്മൾ ചേർക്കുമ്പോഴും പച്ചവെള്ളം ആഡ് ചെയ്യണ്ട കേട്ടോ. ഏത് മാസ്കിലും ഞാനത് പറയലുണ്ടോ എന്തോ ആവോ. എപ്പോഴും എന്തിനും നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടിക്കോളുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇത് കേടുപിടിക്കില്ല. കാരണം നമ്മൾ നെല്ലിക്ക അടക്കം അതിൽ പിഴിഞ്ഞ് തിളപ്പിച്ച് കുറുക്കിയണല്ലോ. അപ്പൊ പിന്നെ ഇതിൽ ഒന്നുമില്ല കേട്ടോ. ഗ്രാമ്പൂടും ചെയ്യോണ്ട് തണുപ്പിന്റെ കേടൊന്നും നിങ്ങൾക്ക് വരില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മ കറുപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കറുപ്പിക്കുക കേട്ടോ? പറയണം കേട്ടോ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അതൊക്കെ ചെയ്യാന്ന്. അമ്മ ഇങ്ങനെയൊക്കെയാണ് കറുപ്പിക്കുക. അമ്മയുടെ കുറെ കറുത്ത് വരുന്നുണ്ട്. അമ്മ ഇനി അടുത്ത ആഴ്ച വീണ്ടും ഇത് കറുപ്പിക്കണേ. അങ്ങനെ ഒറ്റ യൂസിലൊന്നും ഇത് കറുത്ത് കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ചെറിയുടെ ഭാഗത്തുണ്ടോ, ഈ മുൻഭാഗത്ത് കൂടെ ഒക്കെ അമ്മടെ നര നിറുകില് ഇങ്ങനെയൊക്കെ. പിന്നെ കൂടി മുടിയുടെ തലപ്പിനൊന്നും നരല്ല കേട്ടോ. ഇതിപ്പോ അമ്മ നല്ല ചെമ്പരത്തി താളിയൊക്കെ തേച്ച് കുളിച്ചത് മുടിയാണ് കണ്ടോ. ചളി വേണ്ടാച്ചിട്ട് ഇന്ന് അമ്മ നോർമൽ വാട്ടറിൽ കഴുകി കളയുള്ളൂ. ഇന്ന് അമ്മ കുളിക്കല അങ്ങനെ ഒരു കുളിയെ കുളിക്കുള്ളൂ. ഇന്ന് അമ്മയ്ക്കുന്ന സ്വഭാവം അതെന്റെ കയ്യുമ്പിലായി. എന്റെ കുട്ടികളെ ഇത് എന്താ അറിയില്ല, കയ്യുമ്പൊന്ന് പോണേയില്ല. നഖമൊക്കെ അങ്ങോട്ട് കറുത്തിട്ടേ എപ്പോഴും അങ്ങനെ നഖം മുഴുവനെ കറുത്തും കൊണ്ടാ. കണ്ടില്ലേ, ഞങ്ങൾക്കൊക്കെ കാണാണ്ട് വൃത്തിയിലായിട്ടല്ല അത് ഇതിന്റെ കറേ. ഇനിയിപ്പോ എന്ത് ചെയ്താലും അത് പോവാൻ അറിയണില്ല. ടൂത്ത് ബ്രഷിൽ ഞാൻ കോൾഗേറ്റ് ഇട്ടിട്ട് നഖമൊക്കെ തേക്കാറുണ്ട്. അപ്പൊ പിന്നെ അമ്മ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.